ഉണ്ട്. അതെ ചേച്ചിക്ക് റോസാപ്പൂ ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്ന് റോസാപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ? നന്നായിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് എവിടുന്നാന്ന്, അപ്പൊ ഇന്നടത്തുനിന്നാന്ന് പറയുമ്പോ അവരെല്ലാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ട്. എവിടാ? കുമാർ നഴ്സറിയിൽ. എത്ര കൊല്ലമായിട്ട് ഇവിടെ പരിചയമുണ്ട്? ഞങ്ങളെ ജനിച്ച നാള് തൊട്ട് കുമാർ നഴ്സറി അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഓക്കെ എന്തായാലും സന്തോഷം ചേച്ചി. അച്ഛാ, നമ്മൾ രാവിലെ ഇവിടെ നിൽക്കുക, നമ്മളെ നേഴ്സറിയിൽ നിൽക്കുക. റോസിന്റെ പരിചരണത്തിനെ പറ്റി ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ റോസ് എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ള ഒരു ചെറിയ ക്ലാസ് പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? നമ്മളുടെ നിത്യജീവിതത്തിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പൂവെന്ന് പറയുന്ന റോസാപ്പൂവാണ്. ഞാൻ ജനിച്ച കാലം മുതലേ കാണുന്ന ഒരു വസ്തുവാണ്. അന്ന് പഴയ കാലഘട്ടങ്ങളിൽ നാടൻ റോസ് മണമുള്ള റോസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ബഡ്ഡിങ് രീതി വന്നപ്പോഴത്തേക്ക് അതിന് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന പല പല വെറൈറ്റികൾ ഇറങ്ങി തുടങ്ങി. പിന്നെ അതിലാണ് എല്ലാവർക്കും കമ്പം വന്നത്. ഒരു ആർഭാടായത് ഫംഗ്ഷൻ വന്നാലും എല്ലാം ഈ റോസുകളെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെ ഉള്ളൂ. ഇപ്പൊ പൊതുവെ വന്ന ആൾക്കാരെല്ലാം ഇഷ്ടപ്പെട്ട് നല്ല രീതി വന്നപ്പോ ഇപ്പൊ ഇതിന് കുറെ പരിചരണത്തിന്റെ പ്രശ്നം കൊണ്ട് അണുക്കളും മറ്റുള്ള എല്ലാം ഇതിനകത്ത് വ്യാപിക്കാൻ തുടങ്ങി. കീടങ്ങളുണ്ട്, മറ്റുള്ള ഫംഗസ് ഉണ്ട്, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഇതിനകത്ത് ആക്രമണം വന്നപ്പോഴത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ വലിയൊരു പരാതിയാണ് ഇപ്പം ഞങ്ങൾ വെക്കുന്ന റോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ റോസ് നല്ല പോലെ എത്തുന്നു, ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രം ഈ റോസിനകത്ത് പൂവില്ല, ഒന്നുമില്ല എന്നൊരു പരാതി. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവർക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എവിടെ ഇത് ചെയ്താലും അതിനകത്തുള്ള മരുന്നായാലും വളമായാലും കീടനാശിനിയായാലും എല്ലാം ഞങ്ങളിത് വിൽക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അത് വാർത്തന്റെ രീതിയും പഠിപ്പിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതേപോലെ ചെയ്യാറില്ല ആളുകളല്ലേ. ഒരു ആൾക്കാർക്ക് ഇപ്പം അതൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നടത്തുന്ന സ്റ്റാളിലൊക്കെ പലരും എന്ന് പറയാം അന്നം പറഞ്ഞ കണക്ക് ചെയ്തപ്പം ഞങ്ങൾക്ക് റോസിലൊക്കെ പൂക്കളായി ഇനി ഇല്ലാത്ത വെറൈറ്റി ഒക്കെ വലിയ. അതുകൊണ്ട് അവർക്ക് അതൊരു സന്തോഷത്തിലാണ് അവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്ന് പറയുന്നത് നല്ല ജൈവവളം കലർത്തിയ മണ്ണ്. ചുമന്ന മണ്ണാണ് കൂടുതലും റോസിന് ഇഷ്ടപ്പെടുന്നത്. ആ മണ്ണത്ത് ജൈവവളം കൂടുതലായിട്ട് കലർത്തി എന്ന് പറയുന്നത് എല്ലുപൊടി, വേപ്പ പിണ്ണാക്ക്, കപ്പലിന്റെ പിണ്ണാക്ക്, ചകിരിച്ചോറ്, ചാണാപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറ്. രാസവളമൊന്നും വരാത്ത നല്ല സുന്ദരമായ പോട്ടി മിക്സർ നിർമ്മിക്കുന്നത്. നമ്മളൊരു ചെറിയ പ്ലാന്റ് റോസിന്റെ ബഡ് ചെയ്ത ഒരു ചെറിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഒരു പ്ലാന്റ് ഒരെണ്ണത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് 50 ആക്കാം 100 ആക്കാം അതൊന്നും ഇഷ്ടം പോലെ. ഇത് നിറച്ചിട്ട് ഇതിന്റെ കവർ ബഡ് ഭാഗം മണ്ണിന് മുകളിൽ നിൽക്കത്തക്ക രൂപത്തിലാക്കി അതിനെ കുഴിച്ചു വെക്കുക, പ്ലാന്റ് ചെയ്യുക. രണ്ട് ദിവസത്തേക്ക് ഒരു ചെറിയ തണലത്തിരുന്നാൽ മതി. ശരി. അത് കഴിഞ്ഞ് നല്ല സുന്ദരമായ വെയിലത്തോട്ടങ്ങ് മാറ്റണം. മാറ്റിയിട്ട് അതിന്റെ മണ്ടയെല്ലാം കട്ട് ചെയ്യുക, പ്രൂൺ ചെയ്യുക. എന്നിട്ട് ഇൻഡോഫിൽ എന്ന് പറഞ്ഞൊരു പൊടി, ഒരു ഫംഗിസൈഡ് ആണ്. ശരി. അതിന് ഇതിന്റെ മണ്ടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്തേക്കണം. മണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് ഉണക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 ഗ്രാം 4 ഗ്രാം 5 ഗ്രാം 4 ഗ്രാം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക. ശരി. അത് പ്രൂൺ ചെയ്തതിന് ശേഷം അത് നമുക്ക് 1 മാസത്തേക്ക് ഇനി ഒന്നും ചെയ്യണ്ട. ശരി. വെള്ളം 2 നേരം വെള്ളം കൊടുക്കണം. അത് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാരും രാത്രി വന്നിട്ട് ജോലിയും കഴിഞ്ഞ് വന്ന് വെള്ളം ഒഴിക്കും. ചെടിക്ക് ഏറ്റവും ദോഷമാണ് രാത്രി വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ കാലത്ത് 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് സൂര്യപ്രകാശം നിൽക്കുന്ന സമയത്ത് വേണം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കേണ്ടത് വൈകിട്ട് 3-നും 4-നും ഇടയ്ക്ക്. അതാണ് ഈ ചെടിയുടെ പരിചരണത്തിനും ഈ സൂര്യപ്രകാശത്തിലൂടെ ആ വെള്ളം ആ ചെടി ഇലകളിൽ ആയിടം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ ഒരു സമയം. സൂര്യപ്രകാശം വേണം. എന്നിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്ക് കൊച്ചു തളിരൊക്കെ പൊട്ടും. അപ്പൊ ഇതിന് പ്രധാനമായിട്ടുള്ള ഇതിന്റെ മുകളിലുള്ള മേൽമണ്ണ് ചൂടാവും. ഈ സൂര്യപ്രകാശത്തിന്റെ കാഠിന്യം മണ്ണ് ചൂടായ ചെടിക്ക് അത് ദോഷമാണ്. ശരി. അന്നേരം നമ്മൾ ഈ ചെറിയ കരിയിലപ്പൊടി, ചകിരിച്ചോറ്, ഉണക്ക ചാണകപ്പൊടി ഇത് 3 ഈ ചൂടിൽ സംരക്ഷണം കിട്ടും. ദിവസം 2 നേരം വെള്ളം ഒഴിക്കണം. 2 നേരം വെള്ളം ഒഴിക്കണം. അത് റോസിനാണ്, ബാക്കിയുള്ളതിനൊക്കെ 1 നേരം മതി. ശരി. അപ്പൊ അത് അത്ര പോകുന്നു. 1 മാസം കൂടെ കഴിയുമ്പോ ആദ്യം ഒരു 15 ദിവസം കൂടെ 15 ദിവസം പ്രാവശ്യം
ആ ഫംഗസിന്റെ മരുന്ന് അടിക്കുക. ഫംഗസിന്റെ മരുന്ന് രണ്ടാഴ്ച കൂടുമ്പോ 2 ആഴ്ച കൂടുമ്പോ മാസത്തിൽ 2 പ്രാവശ്യം. മാസത്തിൽ 2 വട്ടം, അതായത് 15 ദിവസം കൂടുമ്പോ ഫംഗിസൈഡ് കൊടുക്കുക. ഫംഗിസൈഡ് കൊടുക്കുക. അതിൽ ഇൻസെക്ട് കീടങ്ങൾക്കോ? കീടങ്ങൾക്ക് അതിന്റെ കൂടെ വരുന്ന റോഗറോ പെസ്റ്റിസൈഡ് ഏതെങ്കിലും വാടയുള്ളതായിരിക്കും, ഇച്ചിരി വാടയുള്ളതൊക്കെ ആയിരിക്കും. അത് കുഞ്ഞുങ്ങളൊന്നും തൊടാൻ പാടില്ല. ചിലവർക്ക് മുഖമൊക്കെ ഒന്ന് കെട്ടി ചെയ്യുക, മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് വേണം. വെള്ളത്തിൽ 5 മില്ലിയും പൊടിയും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യുന്നതാണ് പിന്നീട് മാസത്തിൽ പെസ്റ്റിസൈഡ് ചേർക്കുന്നത്. പെസ്റ്റിസൈഡ് ചെയ്യണം. അതായത് ആദ്യത്തെ 15 ദിവസം ആകുമ്പോൾ 1 മാസമായി. പിന്നെ നമ്മൾ കൊടുക്കണോ? ഫംഗിസൈഡ് 2 വട്ടവും ഈ ഫംഗിസൈഡിന്റെ കൂടെ ഇച്ചിരി പെസ്റ്റിസൈഡും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യാം. ഓക്കെ. അപ്പൊ അതായി അത് എപ്പോഴും അങ്ങനെ പിന്നീടുള്ള സമയങ്ങളിൽ വീണ്ടും 2 തവണ മതി. ശരി. പിന്നെ ഫംഗിസൈഡ് 2 വട്ടം. 3ാമത്തെ വട്ടം പെസ്റ്റിസൈഡ് കൂടെ വീണ്ടും പിന്നെ 2 വട്ടം. 3ാമത്തെ വട്ടം കൊടുക്കുമ്പോഴത്തേക്ക് ഈ പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 2 മാസം കഴിയുമ്പോൾ നമ്മൾ രാസവളം കൊടുക്കണം. സ്വാഭാവികമായിട്ടും രാസവളം NPK 18 എന്ന് പറയുന്ന NPK അതിന് വളരെ പ്രയോജനപ്പെടും. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ സാഫ് എന്ന് പറഞ്ഞത് പിന്നെ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുണ്ട്. അത് റോസിന് ബെസ്റ്റ് ആണ്, പൂക്കൾ ഉണ്ടാവാനും ശക്തിയായി ഷൂട്ട് എടുക്കുന്നതിനും. ഈ പറഞ്ഞ NPK മാസത്തിൽ 2 പ്രാവശ്യം ഒരു 3-4 ഗ്രാം വീതം ചട്ടിയുടെ അരിവിനിട്ട് വെള്ളം ഒഴിക്കുക. അതായത് മാസത്തിൽ 2 വട്ടം 15 ദിവസം കൂടുമ്പോ അതും കൊടുക്കുക സാറ്. എന്നിട്ട് നമ്മൾ മാസത്തിൽ 2 മാസം കൂടെ മണ്ണ് ഇളക്കണം. 2 മാസം കൂടുമ്പം മേൽമണ്ണ് ചാണാപ്പൊടിയും ഇടുക. 2 പ്രാവശ്യം അത് ഈ 15 ദിവസം മാറി. അപ്പൊ എനിക്ക് അസുഖങ്ങളെല്ലാം മാറി. വെള്ളം കൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ ആ ചെടിയുടെ അടിച്ചു തെറിപ്പിച്ച് വെള്ളം ഒഴിക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് സ്പ്രേ. ഫംഗസ് ഇരിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കും. ചെടിയൊക്കെ മൊത്തത്തിൽ ഒഴിക്കും. വാടിയ പോവാണെങ്കിൽ പൊട്ട് കട്ട് ചെയ്ത് കളയാനുള്ളതാ. അത് അങ്ങനെ തന്നെ വേണ്ട. അതിനകത്ത് ഫംഗസ് ഇരുന്ന് മുട്ടയിടത്തില്ല. അതായത് കീടങ്ങൾ ഇരുന്ന് മുട്ടയിടത്തില്ല, ഫംഗസ് മാറിക്കിട്ടും. ചാഴി അതേപോലെ 2 നേരം നമ്മൾ കഴുകുകയാണ്. 2 വട്ടം നമ്മൾ സ്പ്രേ ചെയ്ത് കഴുകി കളയുക. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രധാന ഘടകം. അന്നേരം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സൂര്യപ്രകാശത്ത് വേണം റോസ് നിൽക്കാൻ. റോസ് ഇത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം റോസ് വെക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത്രയും പിന്നെ കടല പിണ്ണാക്കിന്റെ നമുക്ക് ഇതിനോട് ചെയ്യേണ്ട ഒരു പ്രധാനമാണ് മതി. മാസം 1 വട്ടം കടലപ്പിണ്ണാക്ക് അല്ലെ കപ്പലിന്റെ അതൊരു 250 ഗ്രാം എടുക്കുക. വേപ്പും പിണ്ണാക്ക്, ഒരു പാട്ട പച്ചച്ചാണകം, ഒരു പാട്ട പച്ചച്ചാണകം. ഇത് 3 കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് 70 വെള്ളത്തിൽ ഒരുപാട് അതായത് ആവശ്യത്തിന് മാത്രമേ എടുക്കാവൂ. അത് മുങ്ങിക്കിടക്കാത്ത കരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ടേക്ക് 72 മണിക്കൂർ കഴിയുമ്പോൾ 3 പിന്നെ എടുക്കാവൂ. കുളിച്ച വാട കാണും, മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണും. ആ വെള്ളത്തിൽ 10 ഇരട്ടി വെള്ളം ചേർക്കണം. അത് എത്ര എടുക്കുന്നു അതിന്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഒരു 2 തവി ഈ ചെടിയൊക്കെ ഒന്ന് ഒഴിച്ചു. ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഞങ്ങൾ കുമാർ നഴ്സറി വന്ന് ഈ അവിടെ ഇരിക്കുന്ന സകല റോസ് എടുത്തോണ്ട് പോകും. ഉറപ്പാ, ഗ്യാരണ്ടിയാ. ഇത്രയും കാര്യം ചെയ്താൽ ഈ സാധനം കയറി പറയണം. അതിനെ മാറി ഇത്രയും ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ അധ്വാനത്തിന്റെ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയുടെ എക്സ്പീരിയൻസ് 48 വർഷത്തെ എക്സ്പീരിയൻസ്, 50-ഓളം വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ. പക്ഷെ നമ്മളെ ദൈവം അനുഗ്രഹിച്ചാൽ കൊല്ലത്ത് കുമാറിന്റെ 50-ാം വാർഷികത്തിന്റെ ഒരു ഫ്ലവർ ഷോ നടത്താൻ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുക എല്ലാ കാര്യങ്ങളും. അന്നേരം താങ്ക് യു. ഇത്രയും നേരം എല്ലാവർക്കും നല്ലൊരു മാനിച്ചിട്ടുണ്ട്. അന്നേരം ഇത് മാക്സിമം നിങ്ങളെ നമുക്ക് ഇതിനകത്തൊരു ഗിവ് അവേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3 പേർക്ക് നമ്മൾ ഓർക്കിഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് നമ്മളൊരു ബൊഗെയിൻവില്ലയും കൊടുക്കുന്നുണ്ട്.
ഈ ആഴ്ച ഒരു 3-4 പേർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേർക്ക്, അതായത് 3 ആഴ്ചത്തെയാണ്, 3 പേർക്ക് ഡെൻഡ്രോബിയ ഓർക്കിഡ്, ആയിരിക്കുന്ന ഡെൻഡ്രോബിയ ഓർക്കിഡും, അതേപോലെ തന്നെ ഒരാൾക്ക് ബൊഗെയിൻ വില്ലയുടെ ചട്ടിയിലുള്ള ഒരു ബൊഗെയിൻ വില്ലയും. അന്നേരം ഇത് 7 ഇഞ്ച് ചട്ടിയിലുള്ള ബൊഗെയിൻ വില്ല. അന്നേരം അത് ആർക്കൊക്കെയാന്ന് ഒന്ന് വായിക്കാവോ? അതായത് ആദ്യമേ ഓർക്കിഡ് കിട്ടിയവരുടെ കാര്യം ഒന്ന് പറയാവോ? ലൂസി സാമുവൽ, വെരി ഗുഡ്. അടുത്ത സിന്ധു മഹേഷ്, സിന്ധു സന്തോഷ്, അനുഗ്രഹ. ഈ 3 പേർക്കും ഡെൻഡ്രോബിയ ഓർക്കിഡ് കിട്ടിയത്. ഇനി അടുത്തത് സ്വപ്ന അജിത്തിന് 7 ഇഞ്ച് ചട്ടിയിലുള്ള ഒരു ബൊഗെയിൻ വില്ല ഇവിടെ ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലും സമയം പോലെ വന്ന് കണ്ട് വാങ്ങുക. ഓക്കെ, എന്നാലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പറഞ്ഞില്ല, പറഞ്ഞാൽ ഒരു കൺഗ്രാജുലേഷൻ. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു. വെരി ഗുഡ്. കൈ മുറിഞ്ഞ